ഹലോ ഗായ്സ്, മല്ല യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൻ്റെ 4K അൾട്രാ HD ഡിസ്ക്കാണ്. 2017 ഇറങ്ങിയ കിങ് കോങ് സ്കൾ ഐലൻഡിൻ്റെയും 2019 ഇറങ്ങിയ ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്റേഴ്സിൻ്റെയും സീക്വലായിട്ട് വരുന്ന ഈ മൂവി ആക്ച്വലി 2021 റിലീസായത്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ ഡിസ്ക് ഫീച്ചേഴ്സൊക്കെ നോക്കാം. ഇതാണ് 4K ഡിസ്ക് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും, ഇതൊരു കളക്റ്റിബിൾ ഐറ്റം പോലെ. ഇതിൽ 4K ഡിസ്കിൽ ആക്ച്വലി ഗോഡ്സില്ലയുടെ പാമ്പ്രിൻ്റാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ആ റിഫ്ലക്ഷനിൽ അറിയാൻ പറ്റും. ഇതിൻ്റെ കൂടെ വരുന്ന ബ്ലൂറേ ഡിസ്ക് വരുമ്പോൾ ഗ്രീൻ കളറിലാണ്. ഇത് റെഡ് കളറാണെങ്കിൽ അത് ഗ്രീൻ കളറിലാണ് വരുന്നത്. അതിൽ ആക്ച്വലി കോങ്ങിൻ്റെ പാമ്പ്രിൻ്റാണ് ആർട്ട് വർക്കായിട്ട് വരുന്നത്. ഇത് 4Kയും ബ്ലൂറേ വന്നിട്ട് 1080p ആണ് വരുന്നത്. ഈ രണ്ട് ഡിസ്കും ഡോൾബി അറ്റ്മോസ് തന്നെയാണ് മിക്സ്. അപ്പം നിങ്ങൾക്ക് ഓഡിയോ മാത്രമേ പ്രിഫറൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസ്ക് എടുത്താലും മതിയാവും. ഞാൻ ഈ വീഡിയോ കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂവിയെ പറ്റി ഒരുപാട് സംസാരിക്കാതെ ഈ ഡിസ്ക് നിങ്ങൾ എടുത്തതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു റിവ്യൂ തരാനാണ് ഉദ്ദേശിച്ചത്. മൂവിയുടെ കഥയുടെ ബേസിക് ഔട്ട്ലൈൻ ഞാൻ പറയാം. അത് ആക്ച്വലി ബേസിക്സ് അപ്പം ഒരു ചെറിയൊരു തിൻ ലൈൻ പ്ലോട്ട് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇത് ഗോഡ്സില്ലയും കിങ് കോങ്ങും ജസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ എനിമിയാണെന്ന് കൺസിഡർ ചെയ്തിട്ട് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അറൗണ്ട് 3 ഫൈറ്റ്സ് മെയിൻലി ഉണ്ട്. ആ 3 തന്നെയാണ് ഇതിന് മൂവിയുടെ ഹൈലൈറ്റ്സ്. ഇത് റിലീസ് ടൈം തന്നെ ഇത് ഏകദേശം ഇതിൻ്റെ സ്റ്റണ്ടിനും ആക്ഷൻ വർക്കിനും എല്ലാം നല്ലപോലെ റെക്കഗ്നൈസ് ചെയ്തതാണ്. ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ താഴെ, അതായത് ഒരു 100 മിനിറ്റൊക്കെ വരുന്ന ഒരു റൺ ടൈമേ ഉള്ളൂ. ഇത് ഫുള്ളി പാക്ഡ് ആയിട്ടാണ് ഈ മൂവി പോകുന്നത്. 1 മിനിറ്റ് പോലും ബോറടിക്കാതെ നിങ്ങൾക്ക് ഫുള്ളി സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു തീർക്കാൻ പറ്റും. അത്ര എൻഗേജിങ് ആണ്. ഇതിൽ വരുന്ന 4K ഡിസ്ക് ആക്ച്വലി BD66 ആണ്. അതായത് അറൗണ്ട് 66 GB കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിസ്ക്കാണത്. ഇനി ഇതിൻ്റെ വീഡിയോ എക്സ്പെക്ട്സിനെ പറ്റി പറയാം. ഇതിൻ്റെ വീഡിയോ എക്സ്പെക്ട്സിനെ പറ്റി പറയുമ്പോഴേക്കും ഇതിൽ മെയിനായിട്ട് HDRും ഡോൾബി വിഷനുമാണ് വരുന്നത്. HDRിൻ്റെ ഗുണം ഇവിടെ വരുന്നത് വെച്ചാൽ നല്ലപോലെ ആക്ഷൻ സീക്വൻസ് നല്ല ബ്രൈറ്റ് ആയിരിക്കും. നോർമലി നമ്മൾ കാണുന്ന പല ഇംഗ്ലീഷ് സിനിമകളിലും പല മൂവീസിലെയും സ്റ്റണ്ട് സീക്വൻസിൽ ഈ ഡാർക്ക് ആവും തോറും നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റാതെ. ഇത് അത്രയും ബ്രൈറ്റുമാണ്. ഈ ഡോൾബി വിഷൻ്റെ യൂസ് എവിടെ വരുന്നത് വെച്ചാൽ നമ്മൾ ഈ സൺലൈറ്റൊക്കെ വരുന്ന സീൻസ്, സൺറൈസ് സീൻസ്, അങ്ങനെ സീൻസൊക്കെ നമ്മൾ ആക്ച്വലി ആ കളറിങ് എന്താണോ അത് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട്. ഞാനിതിൻ്റെ വീഡിയോ ആസ്പെക്റ്റിനെ പറ്റി എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് HBO Maxൽ എന്താണ് OTT വരുന്നത്. നമ്മളിവിടെ കാണുന്നത് വേറെ പല മീൻസിലൂടെ ആയിരിക്കും. അപ്പോൾ ഇതിലെ പ്രശ്നം വരുന്നത് ഇതിൻ്റെ ബ്ലാക്ക് ഏരിയസാണ്. അതായത് ഈ വിഷ്വലിൽ, അതായത് നമ്മൾ ഈ മൂവി കാണുമ്പോൾ പല ഏരിയസിലെ ഡാർക്ക് സീക്വൻസ് കാണും. ഈ ഡാർക്ക് വരുന്ന ഏരിയകളിലെല്ലാം നമുക്ക് ഈ OTTയിലായാലും കംപ്രസ്ഡ് ആയിരിക്കും വീഡിയോ. അതായത് നമ്മൾ ലീഗലി കണ്ടു എന്ന് പറയപ്പെടുമ്പോൾ പോലും നമുക്ക് ആ ബ്ലാക്ക് ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിലെ നമ്മൾ ഇതുപോലെ അൺകംപ്രസ്ഡ് വീഡിയോ വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് എന്ന് വെച്ചാൽ പിച്ച് ബ്ലാക്ക് ആയിരിക്കും. അതായത് നമുക്കതിനകത്ത് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ വരേണ്ട ഏരിയകളിൽ അവർ പ്രോപ്പറായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അത് ഇതുപോലെ കംപ്രസ്ഡ് ആയിട്ട് വരുമ്പോൾ അവിടെ ചെറിയൊരു ഫിക്സലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നവർക്കൊക്കെ ഇത് ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. നമ്മൾ ഈ OTTന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് പൈറേറ്റഡ് ആയിട്ട് റിപ്ഡ് ഓരോ കോപ്പീസ് വരും. ഈ കോപ്പീസിലൊക്കെ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത ഏരിയ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ഏരിയ. ഇപ്പം ബ്ലാക്ക് ഏരിയയിൽ നിന്ന് സൺറൈസോ അല്ലെങ്കിൽ ബ്ലാക്ക് ഏരിയയിൽ നിന്ന് മറ്റേ ഇതിൽ ഒരുപാട് അണ്ടർ വാട്ടർ സീക്വൻസസ് ഒക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ നമുക്ക് ഓപ്പൺ ഏരിയയിലോട്ട്, അതായത് അണ്ടർ വാട്ടറിൽ നിന്ന് ഓപ്പണിലോട്ട് വരുന്ന ആ ഏരിയസിലൊന്നും നമുക്ക് അത്രയും വലിയൊരു ട്രാൻസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈറേറ്റഡ് കോപ്പീസ് കണ്ടിട്ട് കാര്യമില്ല. ഇതുപോലുള്ള അൺകംപ്രസ്ഡ് വീഡിയോ ഉള്ള ഫയലിൽ നിന്ന് മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കൂ. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ആസ്പെക്ട്സിലേക്ക് നോക്കാം. ഇതിൻ്റെ OTT കണ്ടന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഡെമോ വൃത്തിയായിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ ഓഡിയോ തന്നെയാണ്. ലോ ഫ്രീക്വൻസിയിൽ ഹെവി ബേസ്, അതായത് ഒരു ഡീപ്പ് ബേസ് എന്ന് തന്നെ ഇതിൽ പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ ഓഡിയോയുടെ കാര്യം പറയുമ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ മെയിൻ 2 ക്യാരക്ടേഴ്സ്, അതായത് ഗോഡ്സില്ലയും കോങ്ങും, ഇവർ ജസ്റ്റ് ബ്രീത്ത് ചെയ്യുന്ന സൗണ്ട് മാത്രം മതി. നിങ്ങളിപ്പോൾ ഒരു ഹോം തിയേറ്ററിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, റൂമിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റൂം മൊത്തം ഇത് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും വൈബ്രേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഓഡിയോ മിക്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബേസ് മോഡ്യൂളിലും ഫുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ ഈ ഓരോ OTTകളിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ടെലഗ്രാമോ അങ്ങനത്തെ പല മീൻസിൽ കൂടെ കാണുമ്പോഴും നിങ്ങൾക്ക് കിട്ടാത്തൊരു സാധനം അറ്റ്മോസ് മെൻഷൻ ചെയ്താൽ പോലും എപ്പോഴും അത് കംപ്രസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ് തന്നെ ആയിരിക്കും. ഇതുപോലെ ലോസ്ലെസ് ആയിട്ടുള്ള അറ്റ്മോസ് മിക്സ് വരുമ്പോൾ നമുക്ക് വരുന്ന ഗുണമെന്ന് പറയുന്നത്, നമുക്ക് ആ മൂവിയിൽ അവർ അതിൻ്റെ ടെക്നിക്കൽ ടീം എന്തൊക്കെ വോയിസ്, എന്തൊക്കെ സൗണ്ട്സ്, എന്തൊക്കെ BGMs ആഡ് ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ എല്ലാം മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കറിയാം ഇത് ഏകദേശം ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. പിന്നെ ഇതിൽ ഒരുപാട് ഡയലോഗ്സ് ഒന്നുമില്ല, വളരെ കുറച്ച് ഡയലോഗ്സേ ഉള്ളൂ. പക്ഷേ സ്റ്റാർട്ടിങ് ടു എൻഡിങ്, അതായത് സ്റ്റാർട്ടിങ് പോയിൻ്റ് തൊട്ട് ബേസ് ഇങ്ങനെ കയറി വന്ന് മ്യൂസിക് സ്റ്റാർട്ടായി പിന്നെ ഒരു റോളർ കോസ്റ്റർ പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ഈ മെയിൻ സീൻ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഇതിൽ ഈ ഓരോ ക്യാരക്ടർ ഇൻഡിവിജ്വലായിട്ട് സൗണ്ട് ഉണ്ടാക്കുക, അതായത് ഒരു റോർ ചെയ്യുമ്പോഴായാലും ബ്രീത്ത് ചെയ്യുമ്പോഴായാലും നമുക്ക് നല്ലപോലെ ആ ഷിവറിങ് മനസ്സിലാവുമെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ സീനിൽ ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് വന്നിട്ട് ജസ്റ്റ് ഒരുമിച്ച് റോർ ചെയ്യുന്നുണ്ട്.
ആ സമയത്താണ് ഇതിൻ്റെ ഈ മൂവിയുടെ മാക്സിമം സൗണ്ട് കിട്ടാൻ പോകുന്നത്. ആ സമയത്ത് ആക്ച്വലി നല്ലപോലെ ആ ബേസ് മോഡിൽ ഷിവർ ചെയ്യും. പിന്നെ നമുക്ക് ഈ മൂവി എന്നല്ല ഏതൊരു മൂവി എടുത്താലും നമ്മുടെ അറ്റ്മോസ് മിക്സിൻ്റെ ബേസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു സിഗ്നേച്ചർ സീൻ പറയാൻ പറ്റുന്ന ഒരു ഹെലികോപ്റ്റർ ഷോട്ടായിരിക്കും. ഇതിലൊരു ഒറ്റ മിനിറ്റിൻ്റെ ഹെലികോപ്റ്റർ ഷോട്ടേ ഉള്ളൂ. അത് ആക്ച്വലി നല്ലപോലെ എടുത്ത് വെച്ചാൽ, കാരണം ഇത് ഹെലികോപ്റ്റർ ബാക്കിൽ നിന്ന് വന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നൊരു ഷോട്ടാണ്. ആ ഷോട്ട് ആക്ച്വലി നിങ്ങളുടെ റെയർ സ്പീക്കറിൽ നല്ലപോലെ സൗണ്ട് കയറി വന്നിട്ട് അത് ഫ്രണ്ടിലേക്ക് പോകും. ആ ട്രാവൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. എനിക്ക് ഏത് മൂവി എടുത്താലും ഹെലികോപ്റ്റർ സീൻസാണ് എപ്പോഴും ഇഷ്ടമുള്ളത്. അപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്കിപ്പം ഈ മൂവി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഫസ്റ്റ് ചോയ്സ് എപ്പോഴും ഒരു തിയേറ്റർ തന്നെ ആയിരിക്കും. അത്യാവശ്യം നല്ലൊരു തിയേറ്ററിലാണ് ഇത് റിലീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു OTTയിലോ അല്ലെങ്കിൽ ഒരു ഫോണിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ കാണാനാണെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു വാച്ചബിൾ ഫീൽ ആയിട്ട് തോന്നത്തുള്ളൂ. കാരണം അതിൽ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഇതുപോലൊരു ലോസ്ലെസ് ഓഡിയോ ഉള്ള ഒരു 4K അൾട്രാ എച്ച് ഡിസ്കിൽ നിന്നാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പീക്ക് എക്സ്പീരിയൻസ് കിട്ടും. അതായത് ഇതിൻ്റെ ടെക്നിക്കൽ ടീം എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിച്ചത്, എത്രത്തോളം എഫക്റ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം മനസ്സിലാവുന്നത് ഇതുപോലത്തെ ഡിസ്ക് യൂസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ ഫിസിക്കൽ മീഡിയ തന്നെയാണ് എപ്പോഴും റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്കമിങ് മൂവീസും ഒരുപാട് മൂവീസ് റിവ്യൂ ചെയ്യാൻ പ്ലാനുണ്ട്. ഒരുപാട് ഡിസ്കുകൾ റിവ്യൂ ചെയ്യാൻ പ്ലാനുണ്ട്. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.